കാലസമ്പൂർണതയിൽ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ഭൂമിയിലേക്ക് വന്ന് ഉന്നതമായ ധാർമ്മിക മൂല്യങ്ങൾ മനുഷ്യർക്ക് കാണിച്ചു കൊടുത്ത് അനുകരണീയമായ മാതൃക മനുഷ്യവർഗത്തിൻ്റെ മുമ്പാകെ പ്രദർശിപ്പിച്ച കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ സ്നേഹ വന്ദനങ്ങൾ. ഇസ്ലാമിക പ്രവാചകനായ മുഹമ്മദ് 50 വയസ്സ് കഴിഞ്ഞതിന് ശേഷം 6 വയസ്സ് തികയാത്ത ആയിഷ കുഞ്ഞിനെ കല്യാണം കഴിച്ച ഹീനവും നികൃഷ്ടവും ജുഗുപ്സാവഹവും വൃത്തികെട്ടതുമായ ചരിത്രം മുസ്ലിങ്ങളുടെ കയ്യിലിരിപ്പ് കാരണം ഇപ്പോൾ വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണല്ലോ. ഇന്നലെ വിരിഞ്ഞിറങ്ങിയ മദ്രസ കുഞ്ഞുങ്ങൾ മുതൽ MM അക്ബറിനെ പോലെയുള്ള തഴക്കവും പഴക്കവും ചെന്ന ഇസ്ലാമിക പണ്ഡിതന്മാർ വരെ സോഷ്യൽ മീഡിയയിൽ മുഹമ്മദിന്റെ ശിശുഭോഗത്തെ ന്യായീകരിച്ച് മെഴുകുന്നുണ്ട്. എനിക്ക് ഈ ന്യായീകരണങ്ങൾ കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. ഇവനൊക്കെ ഇങ്ങനെയൊക്കെ ന്യായീകരിച്ചിട്ട് എങ്ങനെയാണ് സ്വന്തം കുടുംബാംഗങ്ങളുടെ, പ്രത്യേകിച്ച് പെൺമക്കളുടെ അല്ലെങ്കിൽ സഹോദരിമാരുടെ മുഖത്ത് നോക്കുന്നതെന്നാണ് ഞാൻ ആലോചിച്ചത്. സ്വന്തം ആത്മാഭിമാനം പോലും ത്യജിച്ച് കളഞ്ഞിട്ട് മാത്രമേ ഏതൊരാൾക്കും ഈ വിഷയത്തിൽ മുഹമ്മദ് ചെയ്ത കൊള്ളരുതായ്മയെ ന്യായീകരിക്കാൻ പറ്റൂ. അതിക്രമം ചെയ്താൽ പരിഭ്രമം ഉണ്ടാകുമെന്ന് കാർന്നോന്മാർ പറയാറില്ലേ? മുഹമ്മദ് ആയിഷയോട് ചെയ്തത് അതിക്രമമാണ് എന്ന ഉത്തമ ബോധ്യം ഈ ദാവാക്കാർക്കുള്ളത് കൊണ്ട് എങ്ങനെയൊക്കെ ന്യായീകരിച്ച് മെഴുകാൻ വന്നാലും ആ പരിഭ്രമം അവരുടെയൊക്കെ വാക്കുകളിലും ശബ്ദത്തിലും വേണ്ടുവോളമുണ്ട്. കുപ്രസിദ്ധ ദാവാക്കാരനായ MM അക്ബർ ഒരു വാഗ്മിയാണ്. അയാൾ പറയുന്നത് മണ്ടത്തരവും പിന്നെ നുണകളൊക്കെ ആണെങ്കിലും നല്ലൊരു ഓറേറ്ററാണ് പുള്ളി, നല്ലൊരു പ്രഭാഷകനാണ്, വാക്ചാതുര്യമുള്ള ആളാണ്, വാക്കുകളെടുത്ത് അമ്മാനമാടുന്ന ആളാണ്. ആ MM അക്ബർ മുഹമ്മദിന്റെ ശിശുഭോഗത്തെ ന്യായീകരിച്ചുകൊണ്ടിറക്കിയ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വാഗ്മിയായ MM അക്ബറിനെയല്ല, ആദ്യമായി സ്റ്റേജിൽ കയറിയ ഒരു സ്കൂൾ കുട്ടിയെയാണ് ആ വീഡിയോയിൽ നമ്മൾ കണ്ടത്. അക്ബറിന്റെ ബോഡി ലാംഗ്വേജിൽ അതിക്രമം ചെയ്തവനെ ന്യായീകരിക്കുന്നവന്റെ പരിഭ്രമം വേണ്ടുവോളമുണ്ട്. MM അക്ബറിന്റെ ആ വീഡിയോയ്ക്കുള്ള മറുപടിയായിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ പരമ്പര ചെയ്യുന്നത്. എന്നെ തല്ലണ്ടമ്മാവ, ഞാൻ നന്നാവൂല എന്ന് പണ്ടൊരാൾ പറഞ്ഞതുപോലെയാണ് ഈ ദാവാക്കാരുടെ സ്ഥിതി. എത്ര കൊണ്ടാലും പഠിക്കില്ല. ഇന്ന് മലയാളി സോഷ്യൽ മീഡിയയിൽ ഇസ്ലാം ഇങ്ങനെ എയറിൽ കയറിയതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തി MM അക്ബറാണ്. തൊട്ടടുത്ത സ്ഥാനം ജിഹാദി ലോറൻസിന്റെ അനിയൻ മുഹമ്മദ് ഈസയ്ക്കാണ്. 3-ാം സ്ഥാനത്ത് മുജാഹിദ് ബാലുശ്ശേരിയും. ഈ 3 പേരും ക്രിസ്ത്യാനികളെ കയറി ചൊറിഞ്ഞു. ക്രിസ്ത്യാനികളുടെ ബൗദ്ധിക ശേഷി, ഈ ഇന്റലക്ച്വൽ കപ്പാസിറ്റി എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ദാവാക്കാർക്ക് സാധിച്ചില്ല. വിമർശനങ്ങൾ വരുമ്പോൾ ആശയപരമായി പ്രതിരോധിക്കാൻ കഴിയാത്ത മുസ്ലിങ്ങളെ പോലെ തെരുവിലിറങ്ങി കലാപമുണ്ടാക്കി നാട് കുട്ടിച്ചോറാക്കുന്നതല്ല ക്രിസ്ത്യാനികളുടെ രീതി. ഞങ്ങൾ കാര്യങ്ങൾ പഠിക്കും, വിലയിരുത്തും, വിശകലനം ചെയ്യും. അതിനുശേഷമേ ഞങ്ങൾ മറുപടിയുമായി രംഗത്തിറങ്ങും. ഈ പ്രോസസ്സിങ്ങിന് കുറച്ച് സമയം ആവശ്യമാണ്. പെട്ടെന്ന് ചാടിക്കേറി ഞങ്ങൾ ഇറങ്ങുകയില്ല. MM അക്ബർ ക്രൈസ്തവ വിമർശനവുമായി വന്ന ആദ്യകാലത്ത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന്, ക്രൈസ്തവരുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല. അപ്പം ഇവന്മാർ വിചാരിച്ചു ഞങ്ങൾക്ക് മറുപടിയില്ലാന്ന്. ഞങ്ങൾക്ക് മറുപടി ഇല്ലാഞ്ഞിട്ടായിരുന്നില്ല അത്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ കാര്യങ്ങൾ പഠിക്കും, വിലയിരുത്തും, വിശകലനം ചെയ്യും, എന്നിട്ടേ മറുപടി പറയുകയുള്ളൂ. ഞങ്ങൾ ഇസ്ലാമിക ആരോപണങ്ങൾ പഠിക്കുകയും വിലയിരുത്തുകയും വിശകലനം ചെയ്യുകയും ചെയ്ത സമയമായിരുന്നു അത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആരംഭത്തിൽ മിണ്ടാതിരുന്നത്. ഞങ്ങളുടെ നിശബ്ദത കണ്ട് മുസ്ലിങ്ങളെല്ലാവരും, അത് സുന്നി എന്നോ മുജാഹിദ് എന്നുള്ള വ്യത്യാസമൊന്നുമില്ല കേട്ടോ, എല്ലാ മുസ്ലിങ്ങളും ആഘോഷത്തിലായിരുന്നു. വരാൻ പോകുന്ന കൊടുങ്കാറ്റിന്റെ ശക്തിയും തീവ്രതയും എത്രയാണെന്ന് ഒരു പിടിയും അവന്മാർക്കുണ്ടായിരുന്നില്ല. അതല്ലെങ്കിലും പിന്നെ അങ്ങനെയാണല്ലോ, വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ശനിയാഴ്ച വരും എന്നുള്ള ബോധം ഈ ടീംസിന് പണ്ടേ ഇല്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആദരണീയനായ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി സാറാണ് ആദ്യത്തെ വെടിപൊട്ടിച്ചത് പെരുമ്പാവൂര് വെച്ച്. ക്ലബ് ഹൗസിൽ ഇന്ന് സജീവമായി ഇടപെടുന്ന പാസ്റ്റർ വർഗീസ് സമൂഹലായിരുന്നു അതിന്റെ സംഘാടകൻ. ഇസ്ലാമിക പണ്ഡിത ലോകം വെളിപ്പെടുത്തുവാൻ ഇഷ്ടപ്പെടാതെ മുസ്ലിങ്ങളിൽ നിന്ന് പോലും മറച്ചു വച്ചിരുന്ന ഖുർആനിലെയും ഹദീസുകളിലെയും സത്യങ്ങൾ റോഡരികിൽ നിന്ന് മലയാളികളോട് വിളിച്ചു പറഞ്ഞ കേരളക്കരയിലെ ആദ്യത്തെ വ്യക്തി തിരുവട്ടാർ കൃഷ്ണൻകുട്ടി അങ്കിളാണ്. ഇസ്ലാമിനെതിരെയുള്ള നിരീശ്വരവാദികളുടെ പ്രോഗ്രാമുകൾ പോലും അതിനു മുമ്പൊക്കെ അവർ ചെയ്തിട്ടുണ്ടില്ലെന്നല്ല, അതൊക്കെ ഓഡിറ്റോറിയങ്ങൾക്കകത്ത് വെച്ചാണ് നടത്തിയിരുന്നത്. എന്നാൽ തിരുവട്ടാർ റോഡരികിൽ നിന്നുകൊണ്ടാണ് പൊതുജനങ്ങളോട് ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു കൊടുത്തത്. ആ ഒരു ധൈര്യം വേറെ ഒരാളും കാണിച്ചിട്ടില്ല.
ഒരു കാലത്ത് അപ്രതിരോധ്യമാം ദുർഗമായി നിലനിന്നിരുന്ന ഇസ്ലാമിക വിമർശന മണ്ഡലത്തിലേക്ക് നിർഭയം കാലെടുത്തു വെച്ച പോരാളിയായിരുന്നു തിരുവട്ടാർ കൃഷ്ണൻകുട്ടി. എം അക്ബറിന്റെ പ്രയാണത്തിന് കൂച്ചുവിലങ്ങിട്ട തിരുവട്ടാറിന്റെ പെരുമ്പാവൂർ പ്രസംഗം അക്ഷരാർത്ഥത്തിൽ മതയാന കരിമ്പിൻകാട്ടിൽ കയറിയതുപോലെയാണ് കേൾവിക്കാർക്ക് അനുഭവപ്പെട്ടത്. അവരെ സംബന്ധിച്ചത് ആദ്യത്തെ അനുഭവമാണ്. മലയാളി ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും എല്ലാവർക്കും ഇതുപോലൊരു അടി ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അതിനുശേഷമാണ് സാക്ഷി അപ്പോളജറ്റിക്സ് നെറ്റ്വർക്ക് രംഗത്ത് വരുന്നത്. അക്ബറും കൂട്ടരും എവിടെ സ്നേഹസംവാദം നടത്തിയാലും അവിടെയൊക്കെ പോയി സാക്ഷി അതിന് മറുപടി പറയാൻ തുടങ്ങി. പിന്നെ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ട്രൂത്ത് ഫൈറ്റേഴ്സ് വന്നു. പിന്നെ 2-2.5 കൊല്ലം മുമ്പ് സെബാസ്റ്റ്യൻ മുന്നക്കൽ ബ്രദർ ഇസ്ലാമിനെ തുറന്നു കാണിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അത് അവർക്ക് വലിയൊരു അടിയാണ്. അതിനുശേഷം അതിന് പുറകെ പാസ്റ്റർ അൽക്കുളിത്തോട്ടം വന്നു. പിന്നെ കഴിഞ്ഞ കൊല്ലം മുതലാണെങ്കിൽ ക്ലബ് ഹൗസ് വന്നു. ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സാപ്പിലും ഒക്കെ ഇസ്ലാമിന്റെ ഇലയും ജില്ലയും തടിയുമാണ് വെട്ടിയതെങ്കിൽ ക്ലബ് ഹൗസിൽ വെട്ടുന്നത് അതിന്റെ വേരാ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാം എന്ന വിഷവൃക്ഷത്തെ ഞങ്ങൾ വേരോടെ പിഴുതുകളയുമെന്ന ദൃഢനിശ്ചയം എടുത്തതുപോലെയാണ് ആ മുസ്ലിങ്ങൾ ഇസ്ലാമിനെ കീറിമുറിക്കുന്നത്, ക്ലബ് ഹൗസിനകത്തിട്ട് കീറിമുറിക്കുന്നത്. ഇസ്ലാമുമായി മനസ്സുകൾ ഇണക്കപ്പെട്ട വിരലിലെണ്ണാവുന്ന ചില ക്രിസ്ത്യൻ ഹിന്ദു നാമധാരികളും നാസ്തിക വേഷധാരികളും ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ക്ലബ് ഹൗസിൽ ഇസ്ലാമിനെ തൊലിയുരിച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നുണ്ട്. വളരെ സുന്ദരമായി ഉണക്കിയെടുക്കുന്നുണ്ട്. ആദ്യകാലത്ത് ഇസ്ലാമിനെതിരെ ഫേസ്ബുക്കിൽ ഞങ്ങളിടുന്ന കമന്റുകൾക്ക് ലൈക്ക് അടിക്കാൻ പോലും പേടിയുണ്ടായിരുന്ന ക്രിസ്ത്യൻ ചെറുപ്പക്കാരാണ് ഇന്ന് അള്ളാഹുവിനെയും മുഹമ്മദിനെയും ഏറിൽ കയറ്റാൻ മുന്നിൽ നിൽക്കുന്നത്. കാലം ആ രീതിയിൽ മാറി മറിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഈ ചരിത്രം പറഞ്ഞതിൻ്റെ കാരണം വേറൊന്നുമല്ല. ക്രിസ്ത്യാനിറ്റിക്കെതിരെ അക്ബറും കൂട്ടരും രംഗത്ത് വന്നതോടെയാണ് മലയാളികൾക്കിടയിൽ ഇസ്ലാം എക്സ്പോസ് ചെയ്യപ്പെട്ടത്. അല്പമെങ്കിലും സുബോധം ഇവർക്കുണ്ടായിരുന്നെങ്കിൽ, എം അക്ബറിനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, മുഹമ്മദിന്റെ ശിശുഭോഗത്തെ ന്യായീകരിക്കാൻ വേണ്ടി എം അക്ബർ വീഡിയോ ഇറക്കുമ്പോൾ അതിൽ ക്രിസ്ത്യാനികളെ ചൊറിയാൻ നിൽക്കരുതായിരുന്നു. മനസ്സിലായോ? അക്ബറിന്റെ ആ ന്യായീകരണ വീഡിയോയിൽ റബേക്കയുടെയും മറിയയുടെയും വിവാഹപ്രായം പറഞ്ഞ് ക്രൈസ്തവരെ അവഹേളിച്ചതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമാണ്. അല്ലാന്നുണ്ടെങ്കിൽ അയാൾ ന്യായീകരിച്ച് മഴയട്ടെ എന്ന് പറഞ്ഞ് വിട്ടാനെ. ഇതിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് മറുപടി പറയേണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ ആമുഖമായി ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ മുഹമ്മദിന്റെ ശിശുഭോഗത്തെ ന്യായീകരിക്കാൻ വേണ്ടി അക്ബർ ഇറക്കിയ വീഡിയോയുടെ വിശകലനത്തിലേക്ക് നമുക്ക് കടക്കാം. അക്ബർ പറയുന്നത് വിവാഹ ജീവിതം മാതൃകാപരമാകുന്നത് പ്രായം നോക്കിയിട്ടല്ല എന്നാണ്. പ്രായം നോക്കിയിട്ടല്ല അത്രേ വിവാഹ ജീവിതം മാതൃകയുള്ളതായിട്ട് തീരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രായം മാതൃകയാണെന്നാണ് ചോദ്യം. ഞാനത് എൻ്റെ സംസാരത്തിൽ തന്നെ സൂചിപ്പിച്ചു. ഒരു വിവാഹം മാതൃകയാകുന്നത് പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലേ അല്ല. ആരുടെയും വിവാഹം അവരുടെ മാതൃകാപരമാണ്. അവരുടെ ദാമ്പത്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരേ പ്രായമാണെന്നാണോ, ഓനക്ക് തോനെ പ്രായമാണെന്നാണോ, അവൾക്ക് കുറച്ച് പ്രായം, ഇതൊന്നും വേണ്ട. മുസ്ലിം ഒന്നിലും ഒഴിവാക്കി ഒരു സാധാരണഗതിയിൽ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവർക്ക് രണ്ടുപേർക്കും തൃപ്തമാണോ എന്നുള്ളതാണ് മാതൃകാപരമായ ദാമ്പത്യമാണെന്നതിൻ്റെ അർത്ഥം. പ്രായം എന്നുള്ളത് ഓരോ കാലത്തിനനുസരിച്ചുള്ള സംഗതിയാണ്. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി തൻ്റെ ഇരട്ടി പ്രായമുള്ള ഒരാളെ വിവാഹം കഴിച്ചതുപോലെയുള്ള വിഷയങ്ങളിൽ അക്ബർ ഈ പറഞ്ഞതുപോലത്തെ ഒരു വാദത്തിന് സ്കോപ്പ് ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 20 വയസ്സുള്ള പെൺകുട്ടി 40 വയസ്സുള്ള ആളെ പ്രേമിച്ച് വിവാഹം കഴിച്ചിട്ടുള്ള സംഗതികൾ ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ 25-കാരി 50-കാരനെ കെട്ടിയതൊക്കെ ആയിട്ടുള്ളത്. ചിലതൊക്കെ വിവാദമായി പത്രങ്ങളിൽ വാർത്തയായി വന്നിട്ടുണ്ട്. അത്തരം വാർത്തകളിൽ പെൺകുട്ടികൾ പൊതുവെ പറയുന്ന ഒരു കാര്യം ഇതാണ്: പ്രായം എനിക്ക് പ്രശ്നമല്ല, അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് അദ്ദേഹത്തെയും ഇഷ്ടമാണ് എന്നൊക്കെ. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അതിൽ പെൺകുട്ടി പ്രായപൂർത്തിയായ ഒരാളാണ്. പ്രായപൂർത്തിയായ ആളായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ ഇതേ വ്യക്തികൾ തമ്മിൽ 10 കൊല്ലങ്ങൾക്ക് മുമ്പാണ് കല്യാണം നടക്കുന്നതെങ്കിലോ, പെൺകുട്ടിക്ക് 10 വയസ്സും ആണിന് 30 വയസ്സും പ്രായമുള്ള സമയത്ത്, അങ്ങനെയുള്ള സമയത്ത് 10 വയസ്സുകാരി പറയാൻ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്, അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞാൽ ആ വിവാഹത്തെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോ വിവാഹ ജീവിതത്തിന് പ്രായം മാനദണ്ഡമല്ല എന്ന് പറയണമെങ്കിൽ പോലും അത് പ്രായപൂർത്തിയായവർ തമ്മിലുള്ള വിവാഹ ജീവിതത്തിലേ പറ്റുകയുള്ളൂ. മനസ്സിലായോ? ആയിഷയുടെയും മുഹമ്മദിന്റെയും കാര്യത്തിലേക്ക് വന്നാൽ വിവാഹ സമയത്ത് ആയിഷയ്ക്ക് 6 വയസ്സിൽ താഴെയും മുഹമ്മദിന് 50 വയസ്സിന് മുകളിലുമായിരുന്നു പ്രായം. അതായത് ഒരു വശത്ത് ഒരു പിഞ്ചു കുഞ്ഞും മറുവശത്ത് ഒരു പടുകിളവനും. അന്നത്തെ കാലത്ത് നോക്കുമ്പോൾ ഇന്ന് 50 വയസ്സ് വലിയ കാര്യമല്ല, പക്ഷെ അന്നത്തെ കാലത്തൊക്കെ ശരാശരി ആയുസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 50-ലും താഴെ ആയതുകൊണ്ട് പടുകിളവനാണ്. അപ്പൊ ഈ വൃത്തികേടിനെയാണ് അക്ബർ ന്യായീകരിച്ച് ഒളിപ്പിക്കാൻ നോക്കുന്നത്. മനസ്സിലായോ? ഈ വൃത്തികേടിനെയാണ്. അതായത് ഒരു കിളവനും ഒരു ചെറിയ കുഞ്ഞും ഒരു ശിശുവും ഭയങ്കര വ്യത്യാസമാണ്. 6 വയസ്സുകാരുടെ എത്ര ഇരട്ടി പ്രായമാണെന്ന് നോക്കണം.
ഒരു 20 വയസ്സുകാരി 40 വയസ്സുകാരനെ കെട്ടുമ്പോൾ ഇരട്ടി പ്രായം. ഇതോ 6 വയസ്സുകാരി 50 വയസ്സ് കഴിഞ്ഞ ആളെ കെട്ടുമ്പോൾ 6 8 48. 8 ഇരട്ടി പ്രായം ആ സമയത്ത് ഉണ്ട്, ഇവർ തമ്മിലുണ്ട്. മനസ്സിലായ? അങ്ങനെയുള്ള ഒരു വിവാഹത്തെയാണ് ഈ അക്ബർ ന്യായീകരിക്കാൻ നോക്കുന്നത്. നടക്കുമോ അക്ബറെ ഇതൊക്കെ? ഈ മാതിരി ന്യായീകരണം പറഞ്ഞ് ഈ ഉളുപ്പ് ഇത്തിരിയെങ്കിലും ഉണ്ടോ അക്ബറെ? ഏതായാലും നമുക്ക് ആ വീഡിയോയുടെ ബാക്കി അടുത്ത ഭാഗം നോക്കാം. ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായല്ലോ. പ്രശ്നം ഉണ്ടായതെന്താണ്? ഭാരതീയതയിൽ അഭിമാനിക്കുന്ന ആളുകളിൽ നിന്നാണ് പ്രശ്നം ഉണ്ടായത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തെ വിമർശിച്ചതല്ല. പ്രവാചകന്റെ ആ വിവാഹം വെച്ചുകൊണ്ട് പ്രവാചകനെ തെറി പറയുകയും അദ്ദേഹം ഒരു ശിശുഗാമിയാണ്, പീഡോഫൈലാണ് എന്ന രൂപത്തിലുള്ള പരാമർശം വരികയും ചെയ്തതാണ് പ്രശ്നം. ഭാരതീയതയിൽ അഭിമാനിക്കുന്ന ആളുകൾ മുഹമ്മദിനെ പീഡോഫൈൽ എന്ന് വിളിച്ചതാണ് പ്രശ്നമെന്നാണ് അക്ബർ പറയുന്നത്. ഇത് ശുദ്ധ നുണയല്ലേ അക്ബറെ? അല്ലേ? നുപൂർ ശർമ്മ മുഹമ്മദിനെ പീഡോഫൈൽ എന്ന് വിളിച്ചിട്ടുണ്ടോ? ടൈംസ് നൗ ചാനലിൽ ഗ്യാൻവാപ്പി വിഷയത്തിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്ത നുപൂർ ശർമ്മയെ തസ്ലീം അഹമ്മദ് റഹ്മാനി എന്ന സുഡാപ്പി, അയാളെ ഞാൻ സുഡാപ്പി എന്ന് വെറുതെ വിളിച്ചതല്ല, ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ മലപ്പുറത്ത് നിന്നും സുഡാപ്പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ് ഈ തസ്ലീം റഹ്മാനി. മനസ്സിലായി? SDP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആളാണ്. അതുകൊണ്ടാണ് അയാളെ ഞാൻ സുഡാപ്പി എന്ന് വിളിച്ചത്. അപ്പൊ ഈ സുഡാപ്പി നുപൂർ ശർമ്മയുടെ വിശ്വാസത്തെ പരിഹസിച്ചും അവഹേളിച്ചും വളരെയധികം പ്രകോപിപ്പിക്കുകയുണ്ടായി. പണ്ട് ബഹുദൈവാരാധകരായ ഖുറൈശികളുടെയും പിന്നെ ക്രിസ്ത്യാനികളുടെയും യഹൂദന്മാരുടെയും ചോദ്യശരങ്ങൾക്ക് മുമ്പിൽ ഉത്തരം മുട്ടിയപ്പോൾ ഈ അള്ളാഹുവും മലക്കും മുഹമ്മദും ഇതേ തന്ത്രം തന്നെയാണ് എടുത്തത്. പരിഹാസം, ആക്ഷേപം, അധിക്ഷേപിക്കൽ. അന്യമതസ്ഥരെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇഷ്ടംപോലെ ആയത്തുകളും ഹദീസുകളും നമുക്ക് ഇസ്ലാമിക പ്രമാണ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അപ്പൊ ഇവരെയൊക്കെ കണ്ടിട്ടാണ് ഈ മുസ്ലിങ്ങൾ, ഈ സുഡാപ്പികളായാലും അല്ലാത്തവരുമായ എല്ലാ മുസ്ലിങ്ങളും പഠിക്കുന്നത്. ഇവരെയൊക്കെ കണ്ടിട്ടാണ്, മുഹമ്മദിനെ കണ്ടിട്ടല്ലേ. അപ്പൊ പിന്നെ ഈ സുഡാപ്പിക്കും അതേ പറ്റൂ. അയാൾ നുപൂർ ശർമ്മയുടെ വിശ്വാസത്തെ പരിഹസിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ പറയാണ്, നിങ്ങൾ ശിവലിംഗം എന്ന് പറയുന്നത് ഞങ്ങൾ കയ്യും കാലും മുഖവും കഴുകാൻ ഉപയോഗിക്കുന്ന വാട്ടർ ഫൗണ്ടൻ ആണെന്നാണ് അയാൾ പറഞ്ഞത്. എന്നിട്ട് ഈ ശിവലിംഗത്തെ റോഡ് സൈഡിൽ വെക്കുന്ന ട്രാഫിക് പോളുകളോട് ഉപമിക്കുകയും ഈ കണക്കിന് പോയാൽ നിങ്ങൾ ഗ്യാസ് സിലിണ്ടർ വരെ ശിവലിംഗമാണെന്ന് പറഞ്ഞ് ആരാധിക്കുമല്ലോ എന്നൊക്കെ വളരെ അങ്ങ് പരിഹസിച്ചു. അത് വേറെ ആരും തടസ്സപ്പെടുത്തുകയൊന്നും ചെയ്തില്ല. അയാളുടെ പരിഹാസം അങ്ങ് അതിരി വിട്ട് കഴിഞ്ഞപ്പോഴാണ് സഹി കെട്ടിട്ട് ഒടുക്കം നുപൂർ ശർമ്മ തിരിച്ചു പ്രതികരിക്കുന്നത്. അപ്പോഴും അവര് മുഹമ്മദിനെ അധിക്ഷേപിക്കുകയല്ല ചെയ്തത്. അത് പ്രത്യേകം നിങ്ങൾ ഓർക്കണം. അങ്ങനെയുള്ള അധിക്ഷേപമൊന്നും അല്ല ചെയ്തത്. അവരെന്താണ് പറഞ്ഞത്? അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ ഹിന്ദുമതത്തിന്റെ വിശ്വാസങ്ങളെയും ആരാധനാ രീതികളെയും ഒക്കെ ആക്ഷേപിക്കുന്നത് പോലെ ഞാൻ നിങ്ങളുടെ മതവിശ്വാസത്തെ പറ്റി തിരിച്ചു പറഞ്ഞാൽ നിങ്ങൾ സഹിക്കുമോ? അങ്ങനെയെങ്കിൽ പറക്കുന്ന കുതിരപ്പുറത്ത് കയറി നിങ്ങളുടെ പ്രവാചകൻ ചന്ദ്രനിലേക്ക് പോയതിനെ പറ്റിയും 60 വയസ്സിൽ 6 വയസ്സുള്ള ആയിഷയെ വിവാഹം ചെയ്തതിനെ പറ്റിയും 9 വയസ്സിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനെ പറ്റിയും സൂറ 88 20 വാക്യത്തിൽ ഭൂമി പരന്നതാണെന്ന് പറഞ്ഞതിനെ പറ്റിയും ഒക്കെ ഞാനും പറയട്ടെ, നിങ്ങൾ അത് കേട്ടിരിക്കുമോ എന്നാണ് അവർ ചോദിച്ചത്. അപ്പോൾ അവർ അധിക്ഷേപിക്കുകയല്ല ചെയ്തത്. നിങ്ങൾ ഇങ്ങോട്ടിങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് തിരിച്ചു പറയാനും കുറെ കാര്യങ്ങളുണ്ട്, ഇതൊക്കെ ഞാനും പറയട്ടെ. അവർ പറഞ്ഞത് ഇല്ലാത്തതൊന്നുമല്ല. മുഹമ്മദ് സ്പേസിലേക്ക് പോയതായാലും ശരി, അതല്ല ഈ 6 വയസ്സ്, അതിൽ അവർ പറഞ്ഞത് 60 വയസ്സിൽ 6 വയസ്സുകാരനെ കെട്ടിയതാണ്. അത് അവരുടെ പെശകാണ്. ആ പറഞ്ഞത് തെറ്റാണ്. 60 വയസ്സല്ല, 50 വയസ്സ് കഴിഞ്ഞ് 51 52 വയസ്സ് പ്രായം ആ സമയത്ത് കാണും. അതാണ് 60 വയസ്സല്ല. എന്നാൽ പോലും ആയിഷയുടെ പ്രായം കറക്റ്റ് തന്നെയാണ്, 6 വയസ്സാണ്. 6 വയസ്സുകാരനെ കെട്ടിയതിനെ പറ്റി, പിന്നെ ഈ ഭൂമി പരന്നതാണെന്ന് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നതിനെ പറ്റി, ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേട്ടിരിക്കുമോ എന്നാണ് അവർ ചോദിച്ചത്. ഈ ചോദിച്ചതിൽ എന്താണ് അക്ബറെ തെറ്റ്? ഇതിലെവിടെയാണ് അവർ പീഡോഫൈൽ എന്ന് പറഞ്ഞത് മുഹമ്മദിനെ? അവർ പറഞ്ഞത് സത്യമല്ലേ? മുഹമ്മദ് 6 വയസ്സുകാരനെ കെട്ടിയിട്ടില്ലേ? അത് സത്യമാണ് അവർ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ അവരുടെ വിശ്വാസത്തെ അധിക്ഷേപിക്കുമ്പോൾ അവര് തിരിച്ച് നിങ്ങളുടെ വിശ്വാസത്തെ പറ്റി ചോദിച്ചാൽ നിങ്ങൾ കേട്ടിരിക്കുമോ? ഇതാണ് അവർ ചോദിച്ചത്. ആ ചോദ്യം ന്യായമല്ലേ? കൊടുക്കുന്നവൻ കൊള്ളാനും കരുതി കൊള്ളണമെന്ന് ഞങ്ങളുടെ നാട്ടിലെ കാരണവന്മാർ പറയും. നിങ്ങൾ ഇതുവരെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ നാട്ടിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അടക്കമുള്ള അന്യമതസ്ഥരിൽ ബഹുഭൂരിപക്ഷവും ഈ മതേതരത്വം തലയ്ക്ക് പിടിച്ച വെറും ഉണ്ണാക്കന്മാരായതുകൊണ്ട്, വെറും മൊണ്ണകളായതുകൊണ്ട് നിങ്ങൾ കൊടുക്കുകയും അവർ കൊള്ളുകയുമായിരുന്നു പതിവ്. നിങ്ങൾക്ക് തിരിച്ചു കിട്ടി ശീലമില്ല. കേരളത്തിൽ നിങ്ങൾക്ക് ശീലമായി, ഞങ്ങളുടെ നിന്നൊക്കെ കിട്ടി നിങ്ങൾക്ക് ശീലമായി. പക്ഷെ ഉത്തരേന്ത്യയിലൊന്നും അങ്ങനെ അത്ര ശീലമായിട്ടില്ല, തിരിച്ചു കിട്ടാൻ തുടങ്ങിയിട്ടില്ല. അവിടെ നിങ്ങൾക്ക് അടി മാത്രമേ കിട്ടുന്നുള്ളൂ. ഇവരിൽ നിന്ന് അടിയെ കിട്ടുന്നുള്ളൂ. ആശയതലത്തിലുള്ള ആക്രമണം നിങ്ങൾക്ക് വന്നു തുടങ്ങിയിട്ടില്ല. ആദ്യമായിട്ട് നുപൂർ ശർമ്മ അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. സൂചിപ്പിച്ചപ്പോഴേക്കും നിങ്ങൾ ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ബാക്കി എന്തായിരിക്കാം നിങ്ങളുടെ അവസ്ഥ?
ഇനി ഞങ്ങളൊക്കെ പഠിച്ചതുപോലെ അവിടെയുള്ള ആളുകളും ഇതൊക്കെ പഠിച്ച് ഹിന്ദിയിൽ വീഡിയോസൊക്കെ അങ്ങ് ഇറക്കാൻ തുടങ്ങുമ്പോൾ ഫേസ്ബുക്കിലൊക്കെ അവർ ഇതൊക്കെ ഇവിടെ കേരളത്തിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ അവിടെയുള്ള മുസ്ലിങ്ങൾ ഇതൊക്കെ ഇസ്ലാമിനെ കീറി മുറിക്കാൻ തുടങ്ങുമ്പോൾ അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ സ്ഥിതി? അപ്പോൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ കൊള്ളാനും കരുതിക്കൊള്ളണം കേട്ടാ. നിങ്ങൾ കൊടുക്കുമ്പോൾ വാങ്ങുന്നവനുണ്ടല്ലോ, അവൻ എപ്പോഴെങ്കിലും തിരിച്ചു തരുമ്പോൾ അത് കൊള്ളാൻ നിങ്ങൾ കരുതിക്കൊള്ളണം. അതല്ലാതെ നബിനിന്ദയും പറഞ്ഞ് ഇരവാദക്കരച്ചിൽ നടത്തി നാട്ടിലാകെ കലാപം ഉണ്ടാക്കുകയും സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെ കരഞ്ഞു മെഴുകുകയും അല്ല വേണ്ടത്. ഏതായാലും നുപൂർ ശർമ്മയുടെ വിഷയത്തിൽ വേറൊരു വീഡിയോ ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നതുകൊണ്ട് ആ ചർച്ചയെയും അനന്തര സംഭവങ്ങളെയും ഇപ്പം ഞങ്ങൾ കൂടുതൽ വിശകലനം ചെയ്യുന്നില്ല. അത് വേറൊരു വീഡിയോ പരമ്പരയായിട്ട് തന്നെ ദൈവം അനുവദിച്ചാൽ വരും. 6 വയസ്സുകാരി ആയിഷയെ കെട്ടിയ മുഹമ്മദിനെ വെളുപ്പിക്കാൻ വേണ്ടി അക്ബർ തുടർന്ന് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, മഹാ കോമഡിയാണ്, ബഹുരസമാണ്. ഇത്രയും നാള് മുഹമ്മദ് മാനവരിൽ മഹോന്നതനാണെന്ന് പറഞ്ഞു നടന്നിരുന്ന അക്ബർ ഇപ്പൊ പറയുന്നത് മുഹമ്മദിന് അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല, മറ്റുള്ളവരെ പോലെ തന്നെയുള്ള ഒരു സാധാരണ മനുഷ്യനാണ് മുഹമ്മദ്, മറ്റുള്ളവർ ചെയ്ത കാര്യം തന്നെയാണ് മുഹമ്മദും ചെയ്തിട്ടുള്ളതെന്നാണ്. ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് മാനവരിൽ മഹോന്നതൻ എന്നാണ്. ഇപ്പൊ പറഞ്ഞ അങ്ങനെയല്ല, സാധാരണ മറ്റുള്ളവരെ പോലെ തന്നെയാണെന്ന്. മറ്റു മനുഷ്യർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് മുഹമ്മദും ചെയ്തിട്ടുള്ളെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ആ പുള്ളിയെ ഇങ്ങനെ പുട്ടിയിട്ട് ഒളിപ്പിക്കാൻ നോക്കുന്നത്? മാനവരിൽ മഹോന്നതനാണെന്നും പറഞ്ഞ് തള്ളേണ്ട വല്ല കാര്യമുണ്ടോ അക്ബറെ? ഉണ്ടോ? മറ്റു മനുഷ്യർ ചെയ്ത കാര്യങ്ങൾ ലോകാവസാനം വരേക്കുമുള്ള മാതൃകയാണെന്ന് ഒരാളും പറയുന്നില്ല. പക്ഷെ മുഹമ്മദിന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. മുഹമ്മദ് ചെയ്ത കാര്യം ലോകാവസാനം വരെയുള്ള മുസ്ലിങ്ങൾക്ക് മുഴുവൻ മാതൃകയാണെന്നല്ലേ നിങ്ങൾ വാദിക്കുന്നത്, അല്ലേ? അപ്പൊ പിന്നെ മറ്റുള്ളവർ ചെയ്തതുപോലെയേ ഉള്ളൂ മുഹമ്മദ് ചെയ്തതും എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണ് അക്ബറെ ഉള്ളത്? എന്ത് ന്യായമാണ്? മറ്റുള്ളവരെ കൊണ്ടുവന്ന് മുഹമ്മദിനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള അക്ബറിന്റെ പുട്ടിയടി ഉണ്ടല്ലോ, ആ പുട്ടിയടി നമുക്കൊന്ന് കേട്ടു നോക്കാം. അങ്ങനത്തെ ആളുകൾക്ക് ഭാരതീയ ദർശനത്തെക്കുറിച്ച് അറിയില്ല നമ്മൾ പറയേണ്ടി വരും. അതെന്തുകൊണ്ടാണ്? ഭാരതീയ ദർശനത്തെക്കുറിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സത്യം എന്താണ്? ഇപ്പോ ഇന്ത്യയിലെ മാതൃകാ ഭർത്തായാവായി അവതരിപ്പിക്കുന്നയാളാരാണ്? ശ്രീരാമനാണ്. ശ്രീരാമനെ കുറിച്ച് വാൽമീകി രാമായണത്തിലുണ്ട്. വാൽമീകി രാമായണത്തിൽ ആരണ്യകാണ്ഡത്തിൽ നമ്മൾ 47ാമത്തെ സർഗത്തിലെ വ്യത്യസ്തങ്ങളായ വചനങ്ങൾ എടുത്തു നോക്കിയാൽ നമ്മൾ കാണാൻ പറ്റെന്താ? ശ്രീരാമൻ സീതയെ വിവാഹം ചെയ്യുന്ന സന്ദർഭത്തിൽ ശ്രീരാമന് 13 വയസ്സും സീതക്ക് 6 വയസ്സുമാണ്. ഇത് വെച്ചിട്ട് ശ്രീരാമനെ പീഡോഫൈൽ എന്ന് ആരെങ്കിലും വിളിക്കുവോ? വിളിക്കാൻ പറ്റുമോ? ആ വിളിച്ചാൽ നമ്മൾ അവരോട് പറയില്ല മാനിഷാദാന്ന്. മാനിഷാദാൻ അരുത് കാട്ടാളാന്നാണ്. 13ാം വയസ്സിൽ 6 വയസ്സുകാരിയെ വിവാഹം കഴിച്ച ശ്രീരാമനെ പീഡോഫൈൽ എന്ന് വിളിക്കാൻ പറ്റുമോ എന്നാണ് അക്ബർ ചോദിക്കുന്നത്. 13 വയസ്സെന്ന് പറഞ്ഞാലും മൈനറാണ് അക്ബറെ, മൈനറാണ്. 13 വയസ്സുള്ള ശ്രീരാമൻ തനിക്ക് വേണ്ടി വിവാഹാലോചന നടത്താൻ 6 വയസ്സുള്ള സീതയുടെ വീട്ടുകാരുടെ അടുത്തേക്ക് ആരെയും അയക്കുന്നില്ല. 50 വയസ്സ് കഴിഞ്ഞ മുഹമ്മദ് ആയിഷയെ തനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കറിന്റെ അടുത്തേക്ക് ദല്ലാളിനെ അയച്ചല്ലോ. അതുപോലെ 13 വയസ്സുള്ള ശ്രീരാമൻ 6 വയസ്സുള്ള സീതയെ എനിക്ക് കല്യാണം കഴിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് ജനക മഹാരാജാവിന്റെ അടുക്കലേക്ക് ദൂതന്മാരെ അയച്ചതായിട്ട് രാമായണത്തിൽ ഇല്ല. മനസ്സിലായ? രാമന്റെയും സീതയുടെയും മാതാപിതാക്കൾ തമ്മിൽ ആലോചിച്ചിട്ട് നടത്തിയ കല്യാണമാണത്. രണ്ടുപേരും മൈനറാണ്. അങ്ങനെ രണ്ടുപേരും മൈനറായിരിക്കുന്ന ആ കല്യാണത്തിനെയാണ് നമ്മൾ ശൈശവ വിവാഹം എന്ന് പറയുന്നത്. മനസ്സിലായ? ശൈശവ വിവാഹം. ശൈശവ വിവാഹത്തിൽ വരനും വധുവും പ്രായപൂർത്തിയാകാത്ത ആളുകളായിരിക്കും. എന്നാൽ ഇസ്ലാമിക പ്രവാചകനായ മുഹമ്മദ് കുഞ്ഞായിഷയെ വിവാഹം കഴിച്ചത് ഇതുപോലെ ശൈശവ വിവാഹം എന്ന കാറ്റഗറിയിൽ പെടുന്ന സംഗതിയല്ല. അത് ശിശുപീഡനം എന്ന വകുപ്പിലാണ് ഉൾപ്പെടുന്നത്. മനസ്സിലാകുന്നുണ്ട് അക്ബറിന്? അത് ശിശുപീഡനം എന്നുള്ള വകുപ്പിലാണ് ഉൾപ്പെടുന്നത്. അക്ബറിന് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഒന്നും കൂടി വിശദീകരിച്ചു തരാം കേട്ടാ. മുഹമ്മദിനെ വെളുപ്പിക്കാൻ വേണ്ടി ശ്രീരാമനെ കൊണ്ടുവന്നിട്ട് കാര്യമില്ലെന്ന് തോന്നിയത് കൊണ്ടായിരിക്കണം അക്ബർ അടുത്തതായിട്ട് കൊണ്ടുവരുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസനെയാണ്. അദ്ദേഹത്തെയാണ് കൊണ്ടുവരുന്നത്. നമുക്ക് ആ ക്ലിപ്പ് കേട്ട് നോക്കാം. അല്ലേ? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഇതേപോലെ തന്നെ എല്ലാത്തിലും ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ആത്മീയാചാര്യനായിട്ട് അറിയപ്പെടുന്നയാൾ. നമ്മൾക്ക് ഹൈന്ദവ ദർശനത്തെക്കുറിച്ച് പറയുമ്പോൾ, ആധുനിക ഹൈന്ദവതയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ ചിത്രം വരും. ആരെ ചിത്രം വരിക? സ്വാമി വിവേകാനന്ദന്റെ, അല്ലെ? സ്വാമി വിവേകാനന്ദന്റെ ഗുരു ഉണ്ട്, ശ്രീരാമകൃഷ്ണ പരമഹംസൻ. ഈ ശ്രീരാമകൃഷ്ണ പരമഹംസൻ തന്റെ 23ാമത്തെ വയസ്സിൽ വിവാഹം ചെയ്തത് പിന്നെ ശ്രീദേവി എന്ന
പിന്നെ 5 വയസ്സുകാരിയല്ലേ, 5 വയസ്സാണെന്ന് അവർക്ക്. അവർ തമ്മിലുള്ള വിവാഹ ബന്ധം നടക്കുകയും ജീവിതാവസാനം വരെ അവർ ഒന്നിച്ച് ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ രണ്ടാളും ബ്രഹ്മചാരികളായിരുന്നു എന്നാണ് പറയുന്നത്. പിൽക്കാലത്ത് അങ്ങനെയാണ് ആയതെന്ന്. അപ്പോൾ അത് വെച്ചിട്ട് അദ്ദേഹത്തെ പീഡോഫൈൽ എന്ന് പറയൂ? ശ്രീരാമകൃഷ്ണ പരമഹംസർ 23-ാമത്തെ വയസ്സിൽ 5 വയസ്സുകാരിയായ ശാരദാമണിയെ വിവാഹം കഴിച്ചു എന്നുള്ളത് സത്യമാണ്. അതിൻ്റെ പശ്ചാത്തലം കൂടി ഞാനൊന്ന് പറയാം. അപ്പോഴേ അക്ബർ നടത്തുന്ന ഈ ന്യായീകരണ മെഴുകലിൻ്റെ പൊള്ളത്തരം വ്യക്തമാകുകയുള്ളൂ. കൽക്കട്ടയിലെ ദക്ഷിണേശ്വർ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയായിരുന്ന ജ്യേഷ്ഠൻ രാംകുമാറിൻ്റെ മരണശേഷം രാമകൃഷ്ണനാണ് ആ ക്ഷേത്രത്തിലെ പ്രധാന പൂജാരിയാകുന്നത്. അങ്ങനെ പ്രധാന പൂജാരിയായി നിയമിക്കപ്പെട്ടതിന് ശേഷം രാമകൃഷ്ണൻ അമ്പലത്തിൽ തന്നെ കൂടുതൽ സമയം ചെലവഴിക്കാൻ തുടങ്ങി. കാളീദേവിയെ എല്ലാവരുടെയും അമ്മയായി അദ്ദേഹം കണക്കാക്കി. ദൈവത്തിൻ്റെ ഒരു ദർശനം കിട്ടാൻ വേണ്ടി അദ്ദേഹം മതിയായി ആഗ്രഹിച്ചു. ചില സമയങ്ങളിൽ രാത്രി കാട്ടിൽ പോയി രാത്രി മുഴുവനും കാളിയെ ആരാധിച്ചു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ പലരും വിചാരിച്ചത് രാമകൃഷ്ണൻ ഒരു ഭ്രാന്തനായി എന്നാണ്. ഈ അവസ്ഥയിലാണ് ശ്രീരാമകൃഷ്ണനെ സാധാരണ ജീവിതത്തിലേക്ക്, ഒരു നോർമൽ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമത്തിൽ അമ്മ വധുവിനെ തേടാൻ തുടങ്ങുന്നത്. അങ്ങനെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് 1959 23 വയസ്സുള്ള ശ്രീരാമകൃഷ്ണൻ 5 വയസ്സുകാരി ശാരദയെ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ അത് സത്യമായ കാര്യമാണ്. പക്ഷേ ഇനിയുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വിവാഹത്തിന് ശേഷം അവർ തമ്മിൽ പിന്നെ കാണുന്നത് എപ്പോഴാണെന്നറിയാമോ? എപ്പോഴാണെന്നറിയോ? ശാരദാദേവിക്ക് 18 വയസ്സുള്ളപ്പോഴാണ്. 18 വയസ്സ്. അതുവരെ ശാരദാദേവി തൻ്റെ സ്വന്തം വീട്ടിൽ തന്നെയാണ് നിന്നത്. അതായത് കല്യാണം കഴിച്ചിട്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്കല്ല വന്നത്. മനസ്സിലായ? ശാരദാദേവിക്ക് പ്രായപൂർത്തിയാകുന്നതുവരെ ദമ്പതികൾ വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. 18-ാം വയസ്സിൽ ശാരദാദേവി തന്നോടൊപ്പം താമസിക്കാൻ വന്നപ്പോൾ ശ്രീരാമകൃഷ്ണൻ അവരെ ദിവ്യമാതാവിൻ്റെ അവതാരമായി പ്രഖ്യാപിക്കുകയും കാളീദേവിയുടെ ഇരിപ്പിടത്തിൽ അവരോടൊപ്പം ഇരുത്തി ഷോഡശി പൂജ നടത്തുകയും ചെയ്തു. എന്ന് വെച്ചാൽ അവരെ തൻ്റെ മാതാവായി പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. മനസ്സിലായോ? ചുരുക്കി പറഞ്ഞാൽ ഇവിടെ കാമമോ ഭോഗമോ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. കിളുന്തു മാംസത്തിൻ്റെ രുചി അറിയാൻ വേണ്ടിയല്ല ശ്രീരാമകൃഷ്ണ പരമഹംസർ കല്യാണം കഴിച്ചത്. അങ്ങനെ ഒരു ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നെങ്കിൽ മുഹമ്മദ് ചെയ്തതുപോലെ അദ്ദേഹവും ചെയ്തേനെ. കല്യാണം കഴിഞ്ഞ് 2-3 കൊല്ലത്തിനുള്ളിൽ ഭാര്യയ്ക്കുള്ള കളിപ്പാവയും വാങ്ങി വീട് കൂടാൻ പോയേനെ. പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല. തന്നോടൊപ്പം ഭാര്യയെ താമസിപ്പിക്കാൻ ഭാര്യയ്ക്ക് 18 വയസ്സ് ആകുന്നത് വരെ അദ്ദേഹം കാത്തിരിക്കുകയും 18 വയസ്സായതിനു ശേഷം ഭാര്യ തൻ്റെ അടുക്കൽ വന്നപ്പോഴും അദ്ദേഹം അവരെ ലൈംഗികേച്ഛയോടെ സമീപിക്കുകയും ചെയ്തിട്ടില്ല. മരണം വരെ രണ്ടുപേരും ബ്രഹ്മചാരികളായിട്ടാണ് കഴിഞ്ഞത്. അങ്ങനെയുള്ള ശ്രീരാമകൃഷ്ണ പരമഹംസരെ കൊണ്ടുവന്ന് മുഹമ്മദിന്റെ ശിശുഭോഗത്തെ ന്യായീകരിക്കാൻ ഉളുപ്പില്ലേ അക്ബറെ? ഉളുപ്പ് ഇത്തിരിയെങ്കിലും ഇല്ലേ? എന്നാൽ നമുക്ക് അടുത്ത ക്ലിപ്പിലേക്ക് പോകാം. നമുക്ക് എവിടെ എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണിത്. ഇത് ഒരു കാലഘട്ടത്തിൽ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന സമ്പ്രദായങ്ങളാണ്. അക്ബർ ഇവിടെ പറയുന്ന ഈ ന്യായീകരണം കേട്ടോ. ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന അനാചാരങ്ങളെ അങ്ങനെ തന്നെ അനുഷ്ഠിക്കാൻ വേണ്ടി ഒരു പ്രവാചകനെ അയക്കേണ്ട ആവശ്യമുണ്ടോ അക്ബറെ? ഉണ്ടോ? ഒരു സമൂഹത്തിലുള്ളവരെല്ലാം വൃത്തികെട്ട കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദാണ്ടടാ ഒരുത്തൻ വരുന്നു, ഞാൻ പ്രവാചകനാണെന്നും പറഞ്ഞ്. അവനും വന്നിട്ട് എന്താ ചെയ്യുന്നത്? നാട്ടുകാർ ചെയ്യുന്നത് തന്നെയാണ് അവനും ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറയാനും പഠിപ്പിക്കാനുമല്ലേ യഥാർത്ഥത്തിൽ പ്രവാചകർ വരേണ്ടത്, അല്ലേ? നാട്ടുകാരെ വൃത്തികേടാ കാണിക്കുന്നത്. അപ്പൊ പ്രവാചകൻ വന്നിട്ട് എന്താ പറയേണ്ടത്? ഇത് വൃത്തികെട്ട സംഭവമാണ്, ഇത് നമ്മൾ പാടില്ല, ഇത് ചെയ്യരുത്, അനുഷ്ഠിക്കരുത്, ഇത് അനാചാരമാണ്, ഇത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തിരുത്തേണ്ടതിന് പകരം അവരാരും ചെയ്തിട്ടില്ലാത്ത വിധം അവരെല്ലാം ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ശൈശവവിവാഹമാണ് അധികം ഉള്ളത്. ശൈശവവിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിലെ കെട്ടിക്കുന്ന ഇങ്ങനത്തെയൊക്കെ പരിപാടികളാണ് ഉള്ളത്. മുഹമ്മദ് വന്നു കഴിഞ്ഞിട്ട് കളവനായതിനു ശേഷം കൊച്ചു കുഞ്ഞിനെ കെട്ടുകയാണ്. അവർ പോലും ചെയ്തിട്ടില്ലാത്ത വൃത്തികേടാണ് മുഹമ്മദ് ചെയ്യുന്നത്. മനസ്സിലായ? സമൂഹം അതുവരെ ചെയ്തിരുന്ന വൃത്തികേടുകളെ തള്ളിപ്പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അവർ ചെയ്യാത്ത കാര്യം കൂടി ചെയ്തിട്ട് എന്നിട്ട് ആ വൃത്തികേട് വള്ളിപുള്ളി തെറ്റാതെ തന്നെ മാതൃകയാക്കി വെക്കണം, ചര്യയാക്കി വെക്കണമെന്നൊക്കെ പറയുകയും ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യം ചെയ്യാനാണെങ്കിൽ എന്തിനാണ് അക്ബറെ ഒരു പ്രവാചകന്റെ ആവശ്യം? എന്തിനാ? ഈ ചോദ്യം സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്ക് അക്ബറെ. മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം അക്ബറിനുണ്ടെങ്കിൽ അക്ബർ സ്വന്തം മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്ക്. അപ്പൊ മനസ്സിലാകും ഈ ന്യായീകരണത്തിന്റെ അപഹാസ്യത എന്താണെന്ന്. അക്ബറെ, ബൈബിളിലെ പ്രവാചകന്മാരെ അക്ബർ ഒന്ന് നോക്ക്. ബൈബിളിലുള്ള പ്രവാചകന്മാരുണ്ടല്ലോ, പലർക്കും സ്വാഭാവിക മരണമല്ല ലഭിച്ചത്.
കല്ലേറേറ്റ് കൊല്ലപ്പെട്ടവരുണ്ട്, വാളിന്റെ വായ്ത്തലയാൽ കൊല്ലപ്പെട്ടവരുണ്ട്, ഈർച്ചവാളാൽ നീളത്തിൽ അറുക്കപ്പെട്ട് കാലുകൾ രണ്ടും അകത്തിയിട്ട് മുകളിലേക്ക് കെട്ടിവെച്ചിരിക്കുകയാണ്. കെട്ടിവെച്ച് കഴിഞ്ഞിട്ടുണ്ട് മുകളിൽ നിന്ന് താഴേക്ക് വരെ കഴുത്ത് തലയോട്ടി വരെ അറുത്ത് 2 പീസാക്കിയ അങ്ങനെയുള്ള പ്രവാചകന്മാർ വരെ ഉണ്ട്. മനസ്സിലായ? ചങ്ങലയാൽ ബന്ധിതരായവരുണ്ട്, തടവറയിൽ കിടന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഈ കഷ്ടപ്പാടും ദുരിതവും ഇവർ അനുഭവിച്ചതിന്റെ കാരണം എന്താണെന്ന് അക്ബറിന് അറിയാമോ? അറിയോ? ജനങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഭരണാധികാരികളോ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ, ആ ഒരൊറ്റ കാര്യത്തിന്റെ പേരിലാണ് അവർ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നതും ജീവൻ കൊടുക്കേണ്ടി വന്നതും. അതാണ് അക്ബറെ ബൈബിളിലെ പ്രവാചകന്മാരുടെ യോഗ്യത. അല്ലാതെ നാട്ടുകാർ ചെയ്യുന്ന അനാചാരങ്ങളും ക്രൂരതകളും അവരെക്കാൾ തീവ്രതയോടെ ചെയ്യാൻ മുന്നിട്ടിറങ്ങുന്നതല്ല പ്രവാചകത്വത്തിന്റെ യോഗ്യത എന്ന് പറയുന്നത്. പ്രവാചകത്വം എന്നാൽ എന്താണെന്ന് അക്ബറിന് ഒരു ധാരണയും ഇല്ലാത്തത് കൊണ്ടാണ് മുഹമ്മദ് ചെയ്ത ശിശുഭോഗം അന്നത്തെ നാട്ടുനടപ്പായിരുന്നു എന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ വന്നത്. ഇതൊക്കെ മദ്രസയിൽ പോയി പറ, അല്ലെങ്കിൽ മോസ്കിൽ പോയി പറ. ദൈവം ആരാണെന്നും ദൈവത്തിന്റെ പ്രവാചകന്മാർ എങ്ങനെയുള്ളവരാണെന്നും കൃത്യമായി അറിയാവുന്ന ഞങ്ങളുടെ മുമ്പാകെ ഇങ്ങനെ ഒരു ന്യായവും പറഞ്ഞു വരാൻ നിന്നിട്ട് കാര്യമില്ല അക്ബറെ. ഒരു കാര്യവുമില്ല, ഇതിവിടെ വില പോവുകയില്ല. ഇതായാലും നമുക്ക് അക്ബറിന്റെ അടുത്ത ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കാം. ഇപ്പോൾ ഇന്ത്യനെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുക ഇന്ത്യയുടെ ഹിന്ദു നവോത്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട് തൂക്കങ്ങൾ. ഹിന്ദു നവോത്ഥാനത്തിൽ മുന്നിൽ നിന്നിരുന്ന ആളുകളിൽ ഒരാളാണ് മഹാദേവ ഗോവിന്ദ റാനഡെ. ഇവിടുത്തെ ഇന്ത്യയിലെ ഈ വിധവാ വിവാഹത്തിന് വേണ്ടി നിലനിന്നിരുന്ന ഒരു മഹാമനുഷ്യനാണ്. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ ഹ്യൂമിന്റെ കൂടെയുള്ള ആളാണ് റാനഡെ. ആ റാനഡെ തന്റെ 31ാമത്തെ വയസ്സിൽ 2ാം വിവാഹം ചെയ്യുന്നുണ്ട്. 1ാമത്തെ ഭാര്യ മരണപ്പെട്ടതുകൊണ്ടാണ്. ഈ 31ാമത്തെ വയസ്സിൽ അദ്ദേഹം 2ാം വിവാഹം ചെയ്യുന്നത് 11 വയസ്സുകാരിയായ കുട്ടിയാണ്. രമാദേവി എന്നാണ് അതിന്റെ പേര്. ഇതുകൊണ്ട് അദ്ദേഹം പീഡോഫൈലാണെന്ന് ആരെങ്കിലും പറയൂ? പറഞ്ഞില്ലെങ്കിൽ പറയണം അക്ബറെ. എത്ര വലിയ കൊമ്പത്തെ ആളായാലും ശരി, 31ാം വയസ്സിൽ 11 വയസ്സുള്ള കൊച്ചിനെ കെട്ടിയാൽ അയാളെ പീഡോഫൈൽ എന്ന് തന്നെ വിളിക്കണം. അതല്ലാതെ 31ാം വയസ്സിൽ 11കാരിയെ കെട്ടിയ റാനഡയെ നിങ്ങൾ പീഡോഫൈൽ എന്ന് വിളിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് 51ാം വയസ്സിൽ 6 വയസ്സുകാരിയെ കെട്ടിയ ഞങ്ങളുടെ മുത്തിനെയും നിങ്ങൾ പീഡോഫൈൽ എന്ന് വിളിക്കാൻ പാടില്ല എന്നുള്ള വരട്ട് ന്യായം 8ആയി മടക്കി പോക്കറ്റിൽ തന്നെ വെച്ചാൽ മതി അക്ബറെ. ഏട്ടാ, ഞങ്ങൾ എടുത്തെടുക്കണ്ട. ശിശുഭോഗി എന്ന് തന്നെ ഞങ്ങൾ വിളിക്കും. നിങ്ങൾ എത്ര കുരു പൊട്ടിച്ചിട്ടും കാര്യമില്ല, ഞങ്ങൾ വിളിക്കും. നിങ്ങൾക്കത് നാണക്കേടായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുഹമ്മദിനെ അനുഗമിക്കുന്നത് നിർത്ത്. മുഹമ്മദ് 51ാം വയസ്സിൽ 6 വയസ്സുകാരിയെ കെട്ടിയ കാര്യം ചരിത്രത്തിൽ നടന്നു കഴിഞ്ഞ സംഭവമാണ്. നിങ്ങളിവിടെ എത്ര കുരച്ചാലും, നിങ്ങളിവിടെ കിടന്ന് എത്ര കുരച്ചാലും ചരിത്രത്തിൽ നടന്നതാണ്, മാറ്റാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ഇങ്ങനെ ഒരു വൃത്തികെട്ട കാര്യം ചെയ്ത ആളെ അനുഗമിക്കുന്നത് വേണ്ടെന്ന് വെക്കാം. അതേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ മുഹമ്മദിന്റെ പേരിൽ നിങ്ങൾ നാണം കെടേണ്ടി വരില്ല. ആ മുസ്ലിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് തല കുനിച്ച് നിൽക്കേണ്ടി വരില്ല. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് ചെയ്യാതെ മുഹമ്മദിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇമാതിരി വരട്ട് തത്വങ്ങളല്ല പറയേണ്ടത്, കേട്ടാ. അടുത്തത് ഈ പുള്ളി മുഹമ്മദിനെ ന്യായീകരിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വരുന്നത് ഗാന്ധിജിയാണ്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതേപോലെ ഓരോന്നും നിങ്ങളെടുത്ത ഗാന്ധിജിയുടെ വിവാഹം പിന്നെ പ്രസിദ്ധമാണ്. കസ്തൂർബക്ക് 14 വയസ്സും ഗാന്ധിജിക്ക് 13 വയസ്സുമാണെന്ന് വിവാഹം നടക്കുമ്പോൾ. വിവാഹ സമയത്ത് കസ്തൂർബയുടെ പ്രായം 14, ഗാന്ധിജിയുടെ പ്രായം 13. ഇതിനെയാണ് അക്ബറെ ശൈശവ വിവാഹം എന്ന് വിളിക്കുന്നത്. ഇത് ശൈശവ വിവാഹമാണ്. ഇതിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി കുറ്റക്കാരനല്ല. അദ്ദേഹത്തിന് സ്വന്തമായി ഒരു ഡിസിഷൻ എടുക്കാൻ പ്രായമായിട്ടില്ല. അവരുടെ ഇരുവരുടെയും വീട്ടുകാരുടെ താല്പര്യപ്രകാരം നടത്തിയ വിവാഹമാണത്. അല്ലാതെ 50 വയസ്സ് കഴിഞ്ഞ മുഹമ്മദ് സ്വന്തം താല്പര്യപ്രകാരം 6 വയസ്സ് തികയാത്ത ആയിഷയെ വിവാഹം കഴിച്ചതുപോലെയുള്ള ഒരു നീചകൃത്യമല്ല ഇത്. മനസ്സിലായോ? ഗാന്ധി 50 വയസ്സായപ്പോഴല്ല 6 വയസ്സ് തികയാത്ത കൊച്ചിനെ കിട്ടിയത്. ഈ ശൈശവ വിവാഹം അനാചാരമാണെന്നും അത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യണമെന്നും പറഞ്ഞ ആളുകളാണ് ഇവരൊക്കെ. കാരണം ഇവരിതിന്റെ ഇരകളായിരുന്നുകൊണ്ട് ഇവർക്കറിയാം ഇതിന്റെ ദോഷം എന്താണെന്ന്. മനസ്സിലാകുന്നുണ്ടാ? എന്നാൽ 50 വയസ്സ് കഴിഞ്ഞ മുഹമ്മദ് 6 വയസ്സ് തികയാത്ത ബാലികയെ വിവാഹം കഴിച്ചത് അനാചാരമാണ്, വൃത്തികെട്ട സംഗതിയാണ് എന്ന് പറയാൻ നിങ്ങൾ ആരെങ്കിലും തയ്യാറാകുന്നുണ്ടോ? ഇല്ല. അതാണ് വ്യത്യാസം അക്ബറെ. അതാണ് അതിന്റെ വ്യത്യാസം. നിങ്ങൾ ഈ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടല്ലോ, ഇതിന്റെയൊക്കെ ഇരകളാക്കപ്പെട്ട ആളുകൾ, ശൈശവ വിവാഹത്തിന്റെ ഇരകളാക്കപ്പെട്ട ആളുകൾ,
അവർ തന്നെയാണ് ഇതിനെതിരെ പൊരുതിയിട്ടുള്ളത്. പിന്നീട് ഈ അനാചാരം സമൂഹത്തിൽ നിന്ന് നീക്കിക്കളയണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് അതൊക്കെ മാറിപ്പോയത്. പക്ഷേ മുഹമ്മദിന്റെ കാര്യത്തിലോ, നിങ്ങൾ ഇന്ന് വരെ മുഹമ്മദ് ചെയ്തത് അനാചാരമാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇത് തെറ്റായ കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ന്യായീകരിച്ച് വെളുപ്പിക്കാനേ നിന്നിട്ടുള്ളൂ. അതാണ് വ്യത്യാസം. അതായത് നമുക്ക് അക്ബറിന്റെ അടുത്ത ക്ലിപ്പ് കേൾക്കാം. അക്ബർ അടുത്തതായിട്ട് അംബേദ്കറിനെയാണ് കൊണ്ടുവരുന്നത്. ഇനി പിന്നെ ഇന്ത്യയെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയുടെ ശില്പി ആരാ? അംബേദ്കർ വിവാഹം ചെയ്യുമ്പോൾ അംബേദ്കർക്ക് 15 വയസ്സും ഭാര്യക്ക് 9 വയസ്സുമാണ്, രമാദേവിക്ക്. അംബേദ്കർ വിവാഹം കഴിക്കുമ്പോൾ അംബേദ്കർക്ക് 15 വയസ്സും ഭാര്യ രമാദേവിക്ക് 9 വയസ്സും എന്ന് പറഞ്ഞാൽ അതും ശൈശവ വിവാഹത്തിന്റെ പരിധിയിൽ വരുന്നതാണ് അക്ബറെ. ഈ വിവാഹത്തിൽ അംബേദ്കർക്കോ രമാദേവിക്കോ ഒരു പങ്കുമില്ല. അവരുടെ വീട്ടുകാർ ആലോചിച്ച് ഉറപ്പിച്ച് നടത്തിയ വിവാഹമാണത്. അതുപോലെയായിരുന്നു മുഹമ്മദും ആയിഷയും തമ്മിലുള്ള വിവാഹം. മുഹമ്മദിന് 15 വയസ്സുള്ളപ്പോൾ മുഹമ്മദിന്റെ വീട്ടുകാർ ആയിഷയുടെ മാതാപിതാക്കളുമായി ആലോചിച്ച് ഉറപ്പിച്ച് 6 വയസ്സുള്ള ആയിഷയുമായി കല്യാണം നടത്തിച്ചതാണോ? ആണോ അക്ബറെ? അല്ലല്ലോ. 50 വയസ്സ് കഴിഞ്ഞ മുഹമ്മദ് തന്നെക്കാൾ 2 വയസ്സ് പ്രായം കുറഞ്ഞ അബൂബക്കറിന്റെ 6 വയസ്സ് തികയാത്ത മോളെ തനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കാൻ അബൂബക്കറിന്റെ അടുത്തേക്ക് ആളെ വിടുകയല്ലേ ചെയ്തത്? അല്ലേ? അത് വൃത്തികേടാണ് അക്ബറെ. ആ പരിപാടി ഉണ്ടല്ലോ, അത് വൃത്തികേടാണ്, അത് ജുഗുപ്സാവഹമാണ്, അത് അറപ്പുളവാക്കുന്നതാണ്. മനസ്സിലായ? അത് വൃത്തികേടാണ്. ആ വൃത്തികേടിനെ വെള്ളപൂശാൻ വേണ്ടി ശൈശവ വിവാഹത്തിന്റെ ഇരകളായ ഈ ആളുകളെയൊക്കെ എടുത്തുകൊണ്ട് വരാൻ അക്ബറിന് ഒരു ഉളുപ്പും തോന്നാത്തതിൽ എനിക്കൊരു അത്ഭുതവും തോന്നുന്നില്ല. കാരണം ഇതാണ് മദ്രസ പ്രൊഡക്റ്റ് ആണല്ലോ, അക്ബറും മദ്രസ പ്രൊഡക്റ്റ് ആണല്ലോ. ഇത്രയൊക്കെ തന്നെ ഉളുപ്പുണ്ടാവുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. അടുത്തത് അക്ബർ കൊണ്ടുവരുന്നത് ശ്രീനിവാസ രാമാനുജനെയാണ്. നമുക്ക് ആ ക്ലിപ്പ് ഒന്ന് കേട്ട് നോക്കാം. പിന്നെ ഇന്ത്യയിൽ അറിയപ്പെട്ട ശാസ്ത്രജ്ഞന്മാർ, രാമാനുജൻ, അദ്ദേഹം എന്താണ് ഗണിതശാസ്ത്രത്തിന് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ആളാണ്. അന്താരാഷ്ട്ര പ്രശസ്തനാണ് രാമാനുജൻ. ആ രാമാനുജന്റെ ഭാര്യ ജാനകി അമ്മാൾ വിവാഹം നടക്കുമ്പോൾ പിന്നെ ഇദ്ദേഹത്തിന് 21 വയസ്സും അവർക്ക് 10 വയസ്സുമാണ്. ശ്രീനിവാസ രാമാനുജൻ അയ്യങ്കാരും ജാനകി അമ്മാളും അവരും ശൈശവ വിവാഹത്തിന്റെ ഇരകളാണ് അക്ബറെ. ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയിൽ ശൈശവ വിവാഹം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ബ്രാഹ്മണ സമൂഹത്തിലായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബ്രാഹ്മണനായിരുന്നുകൊണ്ട് ശ്രീനിവാസ രാമാനുജനും ഈ അനാചാരത്തിന്റെ ഇരയാക്കപ്പെടുകയായിരുന്നു. അതെടുത്തുകൊണ്ട് വന്നിട്ട് കിളുന്ത് ശരീരത്തിലെ ഇളം മാംസത്തിന്റെ രുചി അന്വേഷിച്ചു പോയ മുഹമ്മദിനെ വെളുപ്പിക്കാൻ നോക്കിയാ നടക്കൂല അക്ബറെ, നടക്കൂല. ഞങ്ങളൊക്കെ ഇവിടെ ഉള്ള കാലത്തോളം നടക്കില്ല. മനസ്സിലായ? ഞങ്ങൾ അതെല്ലാം കൃത്യമായിട്ട് ഇതുപോലെ എക്സ്പോസ് ചെയ്യും. മുഹമ്മദ് ചെയ്തത് വൃത്തികേടാണെന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് വരെ ഞങ്ങളത് എക്സ്പോസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിന്റെ ഒരാവശ്യമില്ല. ഇങ്ങനെ ന്യായീകരിക്കാൻ നിൽക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഈ ആളുകളൊക്കെ എടുത്തുകൊണ്ട് വരേണ്ട ഒരു കാര്യവും ഇല്ല. അത് അദ്ദേഹം ചെയ്തത് തെറ്റ് തന്നെയാണ് എന്നുള്ളൊരു വാക്ക് പറഞ്ഞാൽ മതി. ആ പ്രശ്നം അവിടെ ക്ലോസ് ആണ്. പക്ഷെ നിങ്ങൾ ചത്താലും പറയില്ലല്ലോ. അത് നിങ്ങൾ പറയാത്ത കാരണം ഞങ്ങൾ ഇങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കും. അടുത്തത് വീണ്ടും അടുത്ത ആളെ കൊണ്ടുവരുന്നുണ്ട് അക്ബർ. സത്യേന്ദ്രനാഥ ബോസിനെയാണ് കൊണ്ടുവരുന്നത്. നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. ആധുനിക കാലഘട്ടത്തിൽ ബോസ് അവിടുത്തെ ഫിസിക്സിലെ വലിയ ഇന്ത്യയിൽ നിന്ന് ലോകത്തിന് ഫിസിക്സിന് നൽകിയ ഏറ്റവും വലിയ വരദാനമായി അറിയപ്പെടുന്ന ആളാണ് ബോസ്, സത്യേന്ദ്രനാഥ് ബോസ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഉഷാ ഘോഷ്. ആ ഉഷാ ഘോഷിന് വിവാഹം നടക്കുമ്പോൾ 10 വയസ്സാണ്, അദ്ദേഹത്തിന് 21 വയസ്സും. അല്ല, അദ്ദേഹത്തിന് 20 വയസ്സും ഉഷയ്ക്ക് 11 വയസ്സും. സത്യേന്ദ്രനാഥ ബോസും ഉഷാഭതി ഘോഷും അവരും ശൈശവ വിവാഹത്തിന്റെ ഇരകളായിരുന്നു അക്ബറെ. ശൈശവ വിവാഹത്തിന്റെ ഇരകളായ ആൾക്കാരെ എടുത്തുകൊണ്ട് വന്ന് മുഹമ്മദിനെ ന്യായീകരിക്കാൻ നോക്കിയാൽ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ അക്ബറിന്? ഉണ്ടോ? ഇല്ല, നടക്കുകയില്ല. ഇതൊക്കെ ചെലവാക്കാൻ അക്ബറെ അങ്ങാടി വേറെ നോക്കിക്കോ കേട്ടാ. ഈ അങ്ങാടിയിൽ ചെലവാകൂല, അത് വേറെ നോക്കിക്കോ. ഇങ്ങനെ നമ്മൾ എടുത്തു നോക്കിയാൽ അക്കാലഘട്ടം ഇതെല്ലാം നടക്കണ അക്കാലഘട്ടത്തിൽ തന്നെ കുറെ രാമായണത്തിന്റെ കാലത്തൊന്നുമല്ല, 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാ. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ഇത് അധികം നടക്കുന്നത്, അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ. 1859 ശ്രീരാമകൃഷ്ണൻ വിവാഹിതനാവുന്നത്. 1909 ഞാൻ പറഞ്ഞ ഈ രാമാനുജൻ വിവാഹിതനാവുന്നത്.
1914 ഈ ബോസ് വിവാഹിതനാവുന്നത്. ഞാൻ പറയുന്നത് ഇത് എല്ലാം തന്നെ 20-ാം നൂറ്റാണ്ടിൽ വരെ നിലനിന്നിരുന്നതാണെന്നുള്ളതാണ്. ഒക്കെ ശരിയാണ് അക്ബറെ, ഒക്കെ ശരിയാണ്. അതുകൊണ്ട് മുഹമ്മദ് ചെയ്തത് മാന്യമായ പ്രവൃത്തിയാകുമോ? ആകുമോ? അക്ബർ ഇവിടെ വെച്ച ഉദാഹരണങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് സമൂഹത്തിൽ നിലനിന്നിരുന്ന ശൈശവവിവാഹത്തിന്റെ ഇരകളെയാണ്. എന്നാൽ മുഹമ്മദ് ശൈശവവിവാഹത്തിന്റെ ഇരയായിരുന്നില്ല. മുഹമ്മദ് അവിടെ വേട്ടക്കാരന്റെ സ്ഥാനത്താണ്. മനസ്സിലായോ? മുഹമ്മദും കുഞ്ഞായിഷയും തമ്മിലുള്ള വിവാഹത്തിൽ ഇര ആയിഷയാണ്. മുഹമ്മദ് നല്ല ഒന്നാന്തരം വേട്ടക്കാരനും. അക്ബർ ഇവിടെ ചെയ്യുന്നത് എന്താണ്? ശൈശവവിവാഹത്തിന്റെ ഇരകളായ ആളുകളെ എടുത്തോണ്ട് വന്നിട്ട് വേട്ടക്കാരനായ മുഹമ്മദിനെ ന്യായീകരിക്കാൻ നോക്കുകയാണ്. ആ ന്യായീകരണം അരിയാഹാരം കഴിക്കുന്ന ആളുകളുടെ അടുത്ത് വിലപ്പോവില്ല അക്ബറെ. ഇത് മനസ്സിലാക്കാനുള്ള ബോധം പോലും അക്ബറിന് തികഞ്ഞില്ല എന്ന് പറയുന്നത് കഷ്ടം തന്നെ. വലിയ പണ്ഡിതനൊന്നും പറഞ്ഞ് നടക്കുന്ന ആളല്ലേ അക്ബർ, എന്നിട്ട് ഇത് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലേ? ഏതായാലും നമുക്കിനി അടുത്ത ക്ലിപ്പിലേക്ക് പോകാം. അപ്പോ പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഭാരതീയത പറയുന്ന ആളുകൾക്ക് ഇതിനെ എതിർക്കാൻ, അല്ലെങ്കിൽ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി പറയാനുള്ളൊരു അവകാശം? അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, വെല്ലുവിളിച്ചിട്ടുള്ളതാണ്. അതിന് കളിയാക്കി കൊണ്ട് നടക്കാന്ന് അതിന് മറുപടി ഇല്ല. 20-ാം നൂറ്റാണ്ടിന് മുൻപ് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു വിമർശകൻ മുഹമ്മദ് ആയിഷയെ 9-ാം വയസ്സിൽ വിവാഹം ചെയ്തു, തെറ്റായിപ്പോയി എന്ന് പറഞ്ഞത് കാണിച്ചു തരാൻ പറ്റുമെന്നാണ് ഏതെങ്കിലും ഒരു വിമർശകൻ? എം അക്ബറിന്റെ ഈ വാദം ന്യായവൈകല്യത്തിന്റെ അല്ലെങ്കിൽ തർക്കാഭാസത്തിന്റെ ക്ലാസിക്കൽ എക്സാമ്പിളാണ്. ക്ലാസിക്കൽ എക്സാമ്പിൾ. ഇതൊന്ന് ശരിക്കും മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ആഫ്രിക്കയിലെ ഉൾനാടൻ വനാന്തരങ്ങളിൽ പല ഗോത്ര വിഭാഗക്കാർ താമസിക്കുന്നുണ്ട്. ഈ ഗോത്രങ്ങളുടെയൊക്കെ ചരിത്രം നോക്കിയാൽ ഇവരെല്ലാം ഒരു കാലത്ത് നരഭോജികളായിരുന്നു, നരമാംസം ഭക്ഷിച്ചിരുന്നവരായിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. മനുഷ്യരെ തിന്നുന്ന ആളുകൾ. സ്വന്തം ഗോത്രത്തിലുള്ളവരെ അവർ തിന്നുകയില്ല, അങ്ങനെ നിന്നിരുന്നില്ല. മറ്റു ഗോത്രങ്ങളിലുള്ളവരെയും പിന്നെ ഈ കാട്ടിനകത്ത് എത്തിപ്പെടുന്ന പുറത്തു നിന്നുള്ള ആളുകളെയും ഒക്കെ അവർ തിന്നിരുന്നു. അവർക്കതൊരു സാധാരണ സംഭവമായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കെ ആ കാട്ടിലെ ഒരു ഗോത്രത്തിൽ നിന്ന് ഒരാൾ നേതാവായി വരികയാണ്. അയാളും നരഭോജി തന്നെയാണ്. മറ്റുള്ളവർ തിന്നുന്ന പോലെ ഇയാളും മനുഷ്യമാംസം തിന്നുന്നു. അതൊരു തെറ്റായി അവർക്ക് ആർക്കും തോന്നാത്തത് കൊണ്ട് അയാളെ ആരും കുറ്റം പറയുകയോ വിമർശിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇയാൾ ഈ നേതാവ് പിന്നെ ഒരു മതമൊക്കെ ഉണ്ടാക്കി കുറെ ഗോത്രക്കാരെയൊക്കെ തൻ്റെ ഒപ്പം ചേർത്തു. തൻ്റെ ഗോത്രവും വേറെ പല ഗോത്രക്കാരെയൊക്കെ ചേർത്ത് അങ്ങനൊരു മതമൊക്കെ അവിടെ ഉണ്ടാക്കി. ആദ്യം അവിടെ ആ കാട്ടിനകത്ത് ഇയാളുടെ മതത്തിന് വളരെ പ്രാബല്യമൊക്കെ ഉണ്ട്. അപ്പൊ ഈ പുള്ളി ചെയ്യുന്നത് എന്തും ലോകാവസാനം വരേക്കുമുള്ളതാണ്, അത് അനുയായികൾ അനുകരിക്കേണ്ടതാണ്, അങ്ങനെ തന്നെ അനുസരിക്കേണ്ടതാണെന്നൊക്കെ ഇയാൾ അനുയായികളോട് ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അയാൾ ചത്തു. കാലം കുറേ കഴിഞ്ഞു. അയാൾ ഉണ്ടാക്കിയ മതത്തിൽ ചേരാത്ത ഗോത്രക്കാരുണ്ടല്ലോ, അവരൊക്കെ പുരോഗതിയിലേക്ക് വന്നു. പല വിധത്തിലായിട്ട് അതൊക്കെ പുരോഗതിയിലേക്ക് വന്നു. അങ്ങനെ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി മനുഷ്യമാംസം കഴിക്കരുത്, മനുഷ്യരെ തിന്നുന്നത് ജുഗുപ്സാവഹമായ കാര്യമാണ്. അതുകൊണ്ട് അവർ പതുക്കെ പതുക്കെ നരമാംസ ഭോജനം അവസാനിപ്പിച്ചു. പക്ഷെ അയാൾ ഉണ്ടാക്കിയ മതത്തിലെ ആളുകളെല്ലാം ഇപ്പോഴും നരഭോജികളായിട്ടാണ് ജീവിക്കുന്നത്. കാരണം എന്താണ്? അവരെ സംബന്ധിച്ച് അവരുടെ നേതാവ് ചെയ്ത് കാണിച്ചതെല്ലാം ലോകാവസാനം വരേക്കും അനുകരണീയമായ മാതൃകയാണ്. അതിലൊരു തെറ്റും അവർക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പം ഈ നരമാംസ ഭോജനം നിർത്തിയ മറ്റു ഗോത്രത്തിലുള്ള ആളുകൾ ഇവരോട് പറയുന്നുണ്ട്, നിങ്ങൾ മനുഷ്യമാംസം തിന്നരുത്, അത് തെറ്റാണെന്ന്. പക്ഷെ ഒരു കാര്യവുമില്ല, ഈ ആളുകൾ അത് തുടരുകയാണ്. അപ്പം ഈ പുറമേയുള്ള ഗോത്രക്കാർക്ക് മനസ്സിലായി ഇവരുടെ നേതാവ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇവർക്ക് ഇത് ഉപേക്ഷിക്കാൻ മടി. നേതാവ് ചെയ്തിട്ടുള്ളതെല്ലാം ലോകാവസാനം വരേക്കും അനുകരിക്കാൻ കൊള്ളാവുന്ന ഉത്തമ മാതൃകയാണെന്നാണല്ലോ ബുദ്ധി ഉറയ്ക്കാൻ പ്രായമാകുന്നതിന് മുമ്പേ ഇവരുടെ മതപഠനശാലയിൽ നിന്ന് ഇവർ പഠിക്കുന്നത്. അപ്പൊ നേതാവ് ചെയ്തത് തെറ്റാണെന്ന് ഇവരെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ഇവർ നരഭോജനം ഉപേക്ഷിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ പുറമെയുള്ള ഗോത്രക്കാര് ഇവരുടെ നേതാവിന്റെ പ്രവൃത്തിയെ വിമർശന വിധേയമാക്കാൻ തുടങ്ങി. അപ്പൊ നേതാവ് ഏറി കയറാൻ തുടങ്ങിയപ്പോൾ അനുയായികൾ നേതാവിനെ രക്ഷിക്കാൻ വേണ്ടി വിമർശനത്തിന് മറുപടിയുമായി വരികയാണ്. അവർ പറയുന്ന ന്യായം ഇതാണ്: ഞങ്ങളുടെ നേതാവിനെ ഇന്ന് വിമർശിക്കുന്ന നിങ്ങളുടെ പൂർവികരെല്ലാം നരഭോജികളായിരുന്നു. അന്നൊന്നും ഇതൊരു തെറ്റായിട്ട് ആർക്കും തോന്നിയിരുന്നില്ല. ഇപ്പോഴല്ലേ ഇത് മോശമായിട്ട് നിങ്ങൾക്ക് തോന്നിയത്, പക്ഷെ നിങ്ങളുടെ പൂർവികർക്ക് ഇത് മോശമായിട്ട് തോന്നിയിരുന്നില്ല. ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ പൂർവികരാരെങ്കിലും ഞങ്ങളുടെ നേതാവിനെ വിമർശിച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചുകൊണ്ട്. ഈ ന്യായം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും? ചിരിച്ചു ഊപ്പാടളകില്ലേ ഈ ന്യായം കേട്ടാ, ഈ വെല്ലുവിളി കേട്ടാല് ഇല്ലേ? അവരുടെ പൂർവികർ ചെയ്തിരുന്നു എന്നുള്ളത് കൊണ്ട് തെറ്റായൊരു കാര്യം ശരിയായതായിട്ട് മാറുമോ?
തങ്ങളുടെ പൂർവികർ ചെയ്തത് തെറ്റായിരുന്നു എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അത് തെറ്റാണെന്ന് ബോധ്യം വന്നതുകൊണ്ടാണ് അവരത് തിരുത്തിയത്. അങ്ങനെയുള്ള അടുക്കൽ ചെന്നിട്ട് വെല്ലുവിളിക്കുകയാണ്. അങ്ങനെയുള്ള അടുക്കൽ ഈ വാദം കൊണ്ടാണോ ചെല്ലേണ്ടത്? അവർ പറയുന്നത് ഞങ്ങളുടെ പൂർവികർക്ക് തെറ്റുപറ്റിപ്പോയി, അത് തെറ്റായിരുന്നു, അത് അനാചാരമായിരുന്നു, അത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അതൊരു ക്രൂരകൃത്യമായിരുന്നു. ഇതാണ് അവർ പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെടുത്ത് നിന്നിട്ട് വെല്ലുവിളിക്കുകയാണ്. കാലം എത്ര കഴിഞ്ഞെന്ന് പറഞ്ഞാലും തെറ്റൊരിക്കലും ശരിയായി മാറുകയില്ല. തെറ്റെന്നും തെറ്റ് തന്നെയാണ്. മനസ്സിലായോ? തെറ്റും ശരിയും നിശ്ചയിക്കാനുള്ള മാനദണ്ഡം കാലമല്ല, കാലഘട്ടമല്ല. അതുകൂടി ഒന്ന് അറിഞ്ഞിരുന്നോ? തെറ്റെപ്പോഴും തെറ്റ് തന്നെയാണ്, ശരി എപ്പോഴും ശരി തന്നെയായിരിക്കും. ഞാൻ ഈ ഉദാഹരണം പറയുമ്പോൾ ചിലരെങ്കിലും ചിന്തിച്ചേക്കാം, ഈ ഉദാഹരണവും ഒരു ലോജിക്കൽ ഫാലസി ആണല്ലോ എന്ന്. കാരണം ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ ഒരു കൂട്ടർ നരഭോജനം ഉപേക്ഷിച്ചവരും മറ്റേ കൂട്ടർ ഇന്നും നരഭോജനം തുടരുന്നവരുമാണ്. അങ്ങനെയാണ്, ഇതാണ് ഞാനിത് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എടുത്താൽ അത് രണ്ടു കൂട്ടർ ഉപേക്ഷിച്ച സംഗതിയാണ്. കാരണം മുസ്ലിങ്ങൾ ആരും മുഹമ്മദ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് 50 വയസ്സ് കഴിഞ്ഞതിന് ശേഷം 6 വയസ്സുകാരിയെ കെട്ടുന്നില്ല. നമ്മുടെ കേരളത്തിലൊന്നും അങ്ങനെ നമ്മൾ കാണുന്നില്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ അധികം അങ്ങനെ കാണുന്നില്ല. അമുസ്ലിങ്ങളും ചെയ്യുന്നില്ല. രണ്ടു കൂട്ടരും ഒരുപോലെ ഉപേക്ഷിച്ച സംഗതിയുടെ പേരിൽ മുസ്ലിങ്ങളുടെ പ്രവാചകനെ വിമർശിക്കുന്നവര് ഇങ്ങനെ ഒരു ഉദാഹരണം എടുത്തുകൊണ്ട് വന്നത് ലോജിക്കൽ ഫാലസി അല്ലേ എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചാൽ ആ ചിന്ത തെറ്റാണെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് കിട്ടിയ അറിവിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നു. പക്ഷെ ഞാൻ ഈ കൊണ്ടുവന്ന ഉദാഹരണം ഇത് പൂർണ്ണമായും ശരിയായതാണ്, സന്ദർഭത്തിന് യോജിച്ചതാണ്. മനസ്സിലായോ? ഇത് ഇന്ത്യയിൽ ഇതൊക്കെ ഇല്ല എന്ന് വെച്ചിട്ട് മറ്റുള്ളിടത്ത് അങ്ങനെയൊന്നുമല്ല. നിങ്ങളൊരു പുസ്തകം ഞാൻ നുജൂദ് വയസ്സ് 10 വിവാഹമോചിത എന്ന് പറയുന്ന പുസ്തകമൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. ഇതൊക്കെ മറ്റിടങ്ങളിലൊക്കെ ഇപ്പോഴും ഉണ്ട്. 6 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ വിവാഹം കഴിക്കുന്നത്, കൃത്യമായിട്ട് പ്രവാചകചര്യ അനുഷ്ഠിക്കാൻ വേണ്ടി തന്നെ 5 വയസ്സും 10 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെയൊക്കെ വിവാഹം കഴിക്കുകയും അവരുമായിട്ട് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുന്ന ആളുകൾ അവിടെ ഇപ്പോഴും ഉണ്ട്. മനസ്സിലായോ? നമ്മുടെ കേരളത്തിൽ വരെ ഉണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് മുമ്പ് വരെ ഗൾഫിൽ നിന്ന് അറബികൾ വരും, സൗദിയിൽ നിന്നും മറ്റൊക്കെ അറബികൾ വരും. എന്നിട്ട് ഇവിടെ നിന്ന് പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളെ അവർ ഉപയോഗിക്കുമായിരുന്നു. ഹൈദരാബാദിൽ നിന്ന്, മൈസൂരിൽ നിന്ന്, പലയിടങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെ ഇങ്ങനെ ഉപയോഗിക്കുമായിരുന്നു അവർ. ഇപ്പം അത് നിയമമൊക്കെ കർശനമായതുകൊണ്ടും പ്രശ്നങ്ങളൊക്കെ രൂക്ഷമായതുകൊണ്ടൊക്കെ ഇപ്പം ഇവിടേക്ക് വരുന്നില്ല. പക്ഷേ യമൻ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് ഇവർ പോകുന്നുണ്ട്. ഇവർക്ക് പറ്റുന്ന ഇടങ്ങളിലേക്ക് പോയിട്ട് ഇപ്പോഴും ഇത് ചെയ്യുന്നുണ്ട്. മനസ്സിലായി? അപ്പം നിങ്ങളുടെ ഇവിടുത്തെ ഇന്ത്യയിലത്തെ വിവരം വെച്ചിട്ടാണ് നിങ്ങൾ ചിന്തിക്കുക ഇത് ലോജിക്കൽ ഫാലസി ആണല്ലോ എന്ന്. പക്ഷെ അങ്ങനെയല്ല. ആഗോളതലത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് ലോജിക്കൽ ഫാലസി അല്ല. പല രാജ്യങ്ങളിലും, തുർക്കി അടക്കമുള്ള പല രാജ്യങ്ങളും നേരിടുന്ന ഒരു പ്രധാന സാമൂഹ്യ പ്രശ്നം എന്ന് പറയുന്നത് ചൈൽഡ് മാരേജ് ആണ്. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാം, ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. ചൈൽഡ് മാരേജ് മറ്റുള്ളതൊന്നുമല്ല, മദ്യപാനമോ അല്ലെങ്കിൽ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം അതൊന്നുമല്ല. ചൈൽഡ് മാരേജ് ഭയങ്കര സാമൂഹ്യ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതാണ് മുഹമ്മദ് കാണിച്ചു കൊടുത്ത ഈ മാതൃക. നേതാവ് കാണിച്ചു കൊടുത്തുകൊണ്ട് ഇവർ മാറുന്നില്ല. അതുകൊണ്ട് ഈ ഉദാഹരണം ഇത് ലോജിക്കൽ ഫാലസി ഒന്നുമല്ല. അത് കൂടുതൽ വിശദമായിട്ട് ഈ പരമ്പരയിലെ അവസാനത്തെ വീഡിയോയിൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകും. ശൈശവ വിവാഹത്തിന്റെ ഇരകളായ ആളുകളെ കൊണ്ടുവന്ന് വേട്ടക്കാരനായ മുഹമ്മദിനെ ന്യായീകരിക്കാൻ നടത്തിയ ശ്രമങ്ങളൊന്നും പച്ച തൊടില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അക്ബർ അടുത്തതായിട്ട് പോകുന്നത് ബൈബിളിലേക്കാണ്. വാസ്തവത്തിൽ അക്ബറിന് പിഴച്ചത് ഇവിടെയാണ്. ഇത്രയും നേരം നമ്മൾ പരിശോധനാ വിധേയമാക്കിയ കാര്യങ്ങളെ അക്ബർ പറഞ്ഞിരുന്നുള്ളൂ എങ്കിൽ ഈ വീഡിയോ നിരൂപണം ചെയ്യാൻ ഞാൻ തുനിയുമായിരുന്നില്ല. അക്ബറിന്റെ പ്രവാചകനെ വിമർശനങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഉരുണ്ടു മെഴുകുകയാണ്. അയാൾ കിടന്ന് ഉരുളട്ടെ എന്നും പറഞ്ഞ് ഞാൻ അത് ഒഴിവാക്കി വിട്ടേനെ. കാരണം പല ആളുകളും ഇതുപോലെയുള്ള പല വീഡിയോസും എനിക്ക് കൊണ്ടുതരുമ്പോൾ ഞാൻ പറയും സമയമില്ലപ്പോൾ, അതിനെ പുറകിലും പോകാൻ സമയമില്ല, എന്തെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വിടാറുണ്ട്. അതുപോലെ ഇതും വിട്ടേനെ. മനസ്സിലായോ? ഇത് എനിക്ക് തോന്നുന്നത് ഞാൻ മാത്രമല്ല ഒരുമാതിരി ക്രിസ്ത്യാനികളും ആ വീഡിയോയെ അവഗണിച്ച് വിട്ടേനെ. പക്ഷെ അയാൾ ശിശുഭോഗിയായ അയാളുടെ പ്രവാചകനെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങളുടെ ബൈബിളിനെ കയറി ചൊറിയാൻ നോക്കി. മനസ്സിലായോ? ബൈബിളിനെ കയറി ചൊറിയാൻ നോക്കി. അതും കേട്ടോണ്ട് ഞങ്ങൾ മിണ്ടാതിരിക്കുമെന്ന് തോന്നിയോ അക്ബറിന്? തോന്നിയോ? ഇപ്പൊ ഇന്നലെ സെബാസ്റ്റ്യൻ പുന്നക്കൽ ബ്രദർ ഇതേ വിഷയം ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്. ക്ലബ് ഹൗസിലെ പല ക്രിസ്ത്യൻ റൂമുകളിലും ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അക്ബറിന് ബുദ്ധി അല്പമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ വിഷയത്തിൽ ബൈബിളിനെ കയറി ചൊറിയാൻ വരില്ലായിരുന്നു. മനസ്സിലായോ? ഏതായാലും അത് വിശദമായി തന്നെ മറുപടി പറയേണ്ടുന്ന ക്ലിപ്പാണ്. അക്ബർ പറഞ്ഞിരുന്ന ക്ലിപ്പ് ദൈവം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത വീഡിയോ അതാണ്.
ആ ഭാഗം കൃത്യമായിട്ട് അത് വളരെ വിശദമായിട്ട് തന്നെ പറയേണ്ടതുണ്ട്. ഇവർ ഈ ഇസാക്കിൻ്റെയും റിബേക്കയുടെയും വിവാഹം, അതുപോലെ തന്നെ മറിയയുടെയും യോസേഫിൻ്റെയും വിവാഹം, ഈ വിവാഹം എടുത്തിട്ടാണ് ബൈബിളിനെ കയറി ചൊറിയാൻ വന്നിരിക്കുന്നത്. അത് കൃത്യമായിട്ട് ഒറ്റ വീഡിയോ ആയിട്ട് തന്നെ ഇറക്കുകയാണ്. അപ്പോൾ ആ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയായാലും ചെയ്തു വരുമ്പോൾ 1 മണിക്കൂറിന് മുകളിലോട്ട് പോകും. ഈ 2 വിഷയവും കൃത്യമായിട്ട് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയിട്ട് മറുപടി പറയുമ്പോൾ ഇങ്ങനെ 1 മണിക്കൂറിന് മേലെ പോകും. അപ്പോൾ ഈ വീഡിയോയോടൊപ്പം അത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ദൈർഘ്യം കൂടും, 2 മണിക്കൂറിന് മേലെയാകും. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇവിടെ വെച്ച് ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഏതായാലും ദാവക്കാരോടൊക്കെ പറയാനുള്ള കാര്യം ഇതാണ്: നിങ്ങൾ നിങ്ങളുടെ മുഹമ്മദിനെ എങ്ങനെ വേണമെങ്കിലും വെളുപ്പിച്ചെടുത്തോ, അത് നിങ്ങളുടെ ഗതികേടാണ്, എന്ത് വെള്ളമൊക്കെ ആയിക്കോ. പക്ഷെ അങ്ങനെ വെളുപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ ബൈബിളിനെ കയറി ചൊറിയാൻ വരരുത്. ബൈബിളിനെ കയറി ചൊറിയാൻ വന്നാൽ നിങ്ങൾക്ക് പണി കിട്ടും, ഉറപ്പാണ്. സത്യദൈവത്തിൻ്റെ വചനത്തിലേക്ക് കയറി വരുമ്പോൾ കർത്താവ് തന്നെ ചോദിക്കുന്നുണ്ട്. സങ്കീർത്തനത്തിൽ 50-ാം സങ്കീർത്തനത്തിൽ ദൈവം ചോദിക്കുന്നുണ്ട്, എൻ്റെ വചനം നിന്റെ നാവിന്മേലെടുക്കാൻ നിനക്കെന്ത് കാര്യമെന്ന്. ദുഷ്ടനോട് ചോദിക്കുന്നതായിട്ടാണ് പറയുന്നത് അവിടെ. എൻ്റെ വചനം നിന്റെ നാവിന്മേലെടുക്കാൻ നിനക്കെന്ത് കാര്യം? അത് എൻ്റെ വചനമല്ലേ, നിനക്കത് നീ എടുക്കേണ്ട ആവശ്യമുണ്ട്, ഞാൻ നിന്നെ കീറിക്കളയുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ അള്ളാഹുവിനെയും മുഹമ്മദിനെയും അക്ബറിനെയൊക്കെ അങ്ങ് വലിച്ചു കീറി ചുവരിലൊട്ടിക്കുന്ന പരിപാടിയാണ്. വല്ല ആവശ്യം ഉണ്ടായിരുന്നു അക്ബർ ഇതിൻ്റെ? വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഏതായാലും അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്തു സംരക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.